നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ്. ഇവിടെ കേരളത്തിൽ കൊടുത്തപ്പോൾ അങ്ങ് ഡൽഹിയിൽ കിട്ടി എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ കോൺഗ്രസുകാർ പിണറായിയും മോദിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും മോദിക്ക് വേണ്ടി പിണറായി പണിയെടുക്കുന്നുവെന്നുമൊക്കെ പറഞ്ഞു പരത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ യുവ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകാരുടെ BJP ബന്ധത്തിന്റെ സാക്ഷിയാണെന്ന് ഏറ്റുപറയാൻ പോലും തയ്യാറായി നിൽക്കുമ്പോൾ അങ്ങ് രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിന്റെ BJPയുമായുള്ള അന്തർധാര വളരെ സജീവമാണെന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി കോൺഗ്രസിനെ ഉപേക്ഷിക്കുന്നു. ഇനി അൻവറിന്റെ കണ്ണുനീരിന്റെ ശാപമാണോ കോൺഗ്രസിന്റെ തലപ്പത്ത് തട്ടിയത് എന്നും അറിയില്ല. ഇന്ത്യ സഖ്യം വിട്ടതായി വ്യക്തമാക്കി ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നു. കോൺഗ്രസ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു സഖ്യമെന്നും കോൺഗ്രസും BJPയും തമ്മിൽ രഹസ്യ ധാരണയുണ്ട് എന്നും AAP വക്താവ് അനുരാഗ് ധണ്ട പാർട്ടി പ്രസ്താവനയിൽ അറിയിച്ചു. അണിയറയിൽ യഥാർത്ഥ സഖ്യം കോൺഗ്രസും BJPയും തമ്മിലാണെന്നും മോദിക്ക് രാഷ്ട്രീയ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധി പറയൂ എന്നും അനുരാഗ് ധണ്ട ആരോപിച്ചു. മുൻപ് നടന്ന പല കാര്യങ്ങളും പരിശോധിച്ചാൽ തന്നെ രാഹുൽ മോദിക്ക് വേണ്ടി കളമൊരുക്കി കൊടുക്കുകയാണോ എന്നും അറിഞ്ഞുകൊണ്ട് നാടകം കളിക്കുകയാണോ എന്നൊക്കെയുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് തോന്നിപ്പിക്കും. ചില സുപ്രധാന ഇടങ്ങളിലെ രാഹുലിന്റെ നിശബ്ദത പോലും ഇതിനെ ശരിവയ്ക്കുന്നു. വഖഫ് ബില്ലൊക്കെ പാസാക്കിയ സമയത്ത് രാഹുൽ പാലിച്ച അച്ചടക്കമുള്ള BJP അനുഭാവിയുടെ നിശബ്ദത ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ്. മോദിക്ക് തിരികെ തെളിവ് സഹിതം വാദിച്ചു ജയിക്കാൻ ഇടമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് രാഹുലിന്റെ പരസ്യ പ്രസ്താവനകളെല്ലാം വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെ 16 പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയതിനു പിന്നാലെയാണ് ആം ആദ്മിയുടെ പ്രസ്താവന പുറത്തുവരുന്നത്. ആം ആദ്മി ഇതേ ആവശ്യം പ്രത്യേകം ഉന്നയിച്ചു. ഗാന്ധി കുടുംബത്തെ ജയിലിൽ പോകുന്നതിൽ നിന്നും മോദി രക്ഷിക്കുന്നു എന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്കൂളുകൾ, ആശുപത്രികൾ, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിൽ ഇരു കൂട്ടർക്കും താല്പര്യമില്ല എന്നും ധണ്ട എക്സിൽ കുറിച്ചു. ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പാർട്ടി തീരുമാനം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ അണിയറയിലെ ഈ സഖ്യം നാം അവസാനിപ്പിക്കണമെന്നും കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധിയും മോദിയും പൊതുവേദികളിൽ പ്രതിയോഗികളായി പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്നാൽ രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി പരസ്പരം ജാമ്യം നിൽക്കുകയാണ് ഇരുവരും എന്നതാണ് യഥാർത്ഥ സത്യം. കോൺഗ്രസിന്റെ ദുർബലമായ രാഷ്ട്രീയം BJPയെ ശക്തിപ്പെടുത്തുന്നുവെന്നും അനുരാഗ് ധണ്ട പ്രസ്താവനയിൽ കുറിച്ചു. പ്രത്യേക പാർലമെന്ററി യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിലെ MPമാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരുന്നു. ഡൽഹിയിൽ യോഗം ചേർന്ന് തീരുമാനിച്ച ശേഷമായിരുന്നു കത്തു നൽകിയത്. ഈ യോഗത്തിൽ നിന്ന് ആം ആദ്മി നേതാക്കൾ വിട്ടുനിന്നിരുന്നു. ആവശ്യമുന്നയിച്ച് സ്വന്തം നിലയ്ക്ക് കത്ത് നൽകുമെന്നായിരുന്നു ആം ആദ്മി വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് സഖ്യം വിടുന്നതായി അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് ഇത്രയും നാളും കൂടെ നിന്ന പാർട്ടി വിട്ടുപോകുന്നു എന്ന നാണക്കേട് മാത്രമല്ല, പോകുന്നത് അടിത്തട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് മുച്ചൂട് മുടിച്ചിട്ടാണ് എന്നതുകൂടി വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്.